ഹലോ, നമസ്കാരം. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോയ ചങ്ക്സ് കൊണ്ട് നമുക്കൊരു കട്ട്ലേറ്റ് ഉണ്ടാക്കി നോക്കാം. എല്ലാവരും തേക്കുന്നേ. നമുക്കത് ചൂടുവെള്ളം ഒഴിച്ചൊന്ന് കുറച്ച് നേരം കൂത്ത് വെക്കാവേ. ചൂടുവെള്ളത്തിൽ കൂത്ത് വെച്ച സോയ നമ്മൾ വെള്ളത്തിൽ കഴുകി എടുത്ത് വെച്ചിരിക്കുകയാണ്. പിഴിഞ്ഞെടുത്ത് വെച്ചേക്കുകയാണ്. ഒരു സവാള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത്, മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച് വെച്ചിരിക്കുക. ഇനി മിക്സിക്കകത്ത് സോയ നമുക്ക് ക്രഷ് ചെയ്തെടുക്കണേ. മിക്സിക്കകത്ത് ഇട്ട് നമ്മൾ ക്രഷ് ചെയ്തെടുക്കാൻ പോവാണേ. കടായി വെച്ചു. ഇനി എണ്ണ ഒഴിച്ച് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഒക്കെ വഴറ്റിയെടുക്കണേ. എണ്ണ ചൂടായപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കണം. അല്പം ഉപ്പ് ചേർക്കാവേ. അധികം വഴളേണ്ട കാര്യമില്ല, ഒന്ന് ചെറുതായിട്ട് വാടിയാൽ മതിയേ. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർക്കും. നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന സോയ ഇതിലേക്ക് ചേർത്ത് ഒന്ന് ശരിക്കും ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഒരു വെള്ളം പറ്റുന്നിടം വരെ ഒന്ന് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരുന്നതിൻ്റെ. കണ്ടാൽ മീറ്റിൻ്റെ കൂട്ടുണ്ടല്ലേ. സോയ വെച്ച് നല്ല ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയെടുക്കാം. കണ്ടാൽ ബീഫ് ഫ്രൈ ആണെന്നേ പറയും. അതുപോലെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് സോയാബീൻ കൊണ്ട്. നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാവേ. പിന്നെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി മസാലകൾ നമുക്ക് ചേർക്കാവേ. 1 ടീസ്പൂൺ പെരുംജീരകപ്പൊടിയും, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, 1 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കാം. നമ്മൾ വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ലേ. മുളക് പൊടിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളിതിന് ചേർക്കുന്നില്ല. എല്ലാ കട്ട്ലേറ്റിനും ഇതൊക്കെ തന്നെയാണ് മസാലകൾ കേട്ടോ. നമ്മൾ മസാലകളൊക്കെ ചേർത്ത് ശരിക്ക് വഴറ്റി, എരിവ് ആവശ്യമുണ്ടെങ്കിൽ അല്പം കുരുമുളക് പൊടി കൂടുതൽ ചേർക്കാവേ. എരിവ് ആവശ്യമുള്ളവർ കൂടുതലായിട്ട് കുരുമുളക് പൊടി ചേർക്കാവൂ. അതാണ് ഇതിന് കൂടുതലും ടേസ്റ്റ് നൽകുന്നത്. ഇനി ഉരുളക്കിഴങ്ങ് ചേർക്കാവേ. ഒരു 3 മീഡിയം സൈസ് പൊട്ടറ്റോ ആണ് ഉരുളക്കിഴങ്ങ്. അത് കുക്കറിൽ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് വേവിച്ചതാണ്. അത് നമ്മൾ സ്മാഷ് ചെയ്ത് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുകയാണ്. നമുക്ക് ശരിക്കും മിക്സ് ചെയ്യാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ചേർക്കാവേ. ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കണം കേട്ടോ. ഇളക്കി മിക്സ് ചെയ്ത് നമ്മളെല്ലാം മിക്സ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ഷേപ്പ് ചെയ്യാൻ പോവുകയാണ്. അന്നേരം സ്റ്റവ് ഓഫ് ചെയ്യുവാണേ. അല്പം ചൂട് കുറഞ്ഞിട്ട് ഇത് ബോളാക്കി ഷേപ്പ് ചെയ്തെടുക്കണം. നമുക്ക് കട്ട്ലേറ്റ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് കട്ട്ലേറ്റിൻ്റെ കൂട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാവേ. ഞാൻ റൗണ്ട് ഷേപ്പിലായിരിക്കും. കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കൈ ഒന്ന് ഒരു ശകലം ഒന്ന് കയ്യിൽ ഓയിൽ പരട്ടുന്നതല്ലായിരിക്കും. ഇതാണ് ഷേപ്പ് കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കുക.
സോയ എന്ന് പറയുന്നത് നല്ല പ്രോട്ടീൻ ഉള്ള ഒരു ഭക്ഷണമാണ് കേട്ടോ. ഒരു സോയാബീൻ എന്ന് പറയുന്നത് അത് നമുക്ക് പല രീതിയിൽ അത് കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റും. നമുക്ക് സോയാബീൻ മസാല ഉണ്ടാക്കാം, സോയാബീൻ ഫ്രൈ ഉണ്ടാക്കാം, അങ്ങനെ പല രീതിയിലും നമുക്ക് സോയാബീൻ കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റും. നല്ല പ്രോട്ടീൻ അടങ്ങിയ ഒരു ഭക്ഷണമാണ്. നമ്മളൊരു മീഡിയം സൈസിലാണ് ഇത് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഇതൊരു പ്യുവർ വെജ് കട്ട്ലേറ്റ് ആണ് കേട്ടോ. നല്ല പോഷക സമ്പുഷ്ടമായ ഒരു സോയാബീൻ കട്ട്ലേറ്റ്. നമ്മൾ കോട്ടിങ് കൊടുക്കുന്നത് മുട്ട അടിച്ചല്ല കോട്ടിങ് കൊടുക്കുന്നത്, നമ്മൾ മൈദ ലൈറ്റായിട്ട് കലക്കി അതിൽ നമ്മൾ ആണ് കോട്ടിങ് കൊടുക്കുന്നത് ബ്രെഡ് ക്രംസിനകത്ത് കേട്ടോ. നമുക്ക് പല ഷേപ്പിൽ ഇത് ഉണ്ടാക്കാം. ഇതിൻ്റെ ഡൈ നമുക്ക് കിട്ടും. കട്ട്ലേറ്റ് ഉണ്ടാക്കാനുള്ള ഡൈ മാർക്കറ്റിൽ ഒക്കെ പാത്രക്കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതിനകത്ത് പല ഷേപ്പുള്ള ഡൈ ഉണ്ട്. അതിൻ്റെ അകത്ത് നമ്മളിങ്ങനെ അത് ഫില്ല് ചെയ്തിട്ട് നമുക്ക് അത് ചെയ്തെടുക്കാൻ പറ്റുന്നു. നമ്മളിപ്പം ഒരു ഡൈ ഉപയോഗിക്കുന്നില്ല, നമ്മുടെ കൈയാണ് ഡൈ. നമ്മളങ്ങനെ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിരുന്നതെല്ലാം നമ്മൾ ഷേപ്പ് ചെയ്തു. ഇനി നമുക്ക് കോട്ട് ചെയ്തെടുക്കണേ, കോട്ടിങ് കൊടുക്കണം. ബ്രെഡ് ക്രംസിനകത്ത് നമുക്ക് കോട്ട് ചെയ്തെടുക്കാവേ. ഇത് കണ്ടാൽ വെജ് കട്ട്ലേറ്റ് ആണെന്ന് പറയുമോ? അസൽ മീറ്റ് കട്ട്ലേറ്റ് ആണെന്നേ പറയൂ. ആ ടെക്സ്ചറൊക്കെ അതുപോലെ തന്നെയാണ്, മീറ്റിൻ്റെയാണ് ടെക്സ്ചർ. അന്നേരം നോയമ്പ് കാലമാണ്, 50 നോയമ്പിൻ്റെ സമയമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഈ 50 നോയമ്പിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള മെനു ഒക്കെ വെക്കുന്നത്, ഓരോ ദിവസം ഓരോ റെസിപ്പി കാണിക്കുന്നത്. അന്നേരം എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. നമുക്കിനി കോട്ട് ചെയ്യാവേ. നമുക്ക് കോട്ടിങ് കൊടുക്കാവേ. ആദ്യം നമ്മൾ മൈദ കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ എടുത്ത് വെള്ളത്തിലൊന്ന് ലൈറ്റായിട്ട് കലക്കി വെച്ചതാണ്. നമ്മളിതിനകത്ത് മുട്ടയൊന്നും ചേർക്കുന്നില്ല, പ്യുവർ വെജാണ്. നമ്മൾ ബ്രെഡ് ക്രംസിനകത്തോട്ട് കൂട്ടി ചെയ്യുകയാണ്. ഇങ്ങനെ എല്ലാം നമുക്ക് കോട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് കോട്ട് ചെയ്തെടുക്കാവേ. ഡേറ്റൊക്കെ കഴിയാറായ ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ അത് മിക്സിക്കകത്ത് പൊടിച്ച് അതൊന്ന് ചെറുതായിട്ട്
ഒരു ചീനിച്ചട്ടിക്കകത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് സൂക്ഷിച്ചാൽ നമുക്ക് കുറേ കാലം നമുക്ക് ഇങ്ങനെ ഒക്കെ ചെയ്യാൻ പറ്റും. ഓരോ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുമ്പോഴേ, അല്ലെങ്കിൽ ഇപ്പം ചിക്കൻ ആണെങ്കിൽ തന്നെ ഒന്ന് കോട്ട് ചെയ്ത് ബ്രെഡ് ക്രംബ് ചെയ്ത് ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ല കേട്ടോ. അപ്പോൾ നമ്മൾ റോൾ ചെയ്ത് വെച്ചിരുന്ന, ഷേപ്പ് ചെയ്ത് വെച്ചിരുന്ന എല്ലാ കട്ട്ലേറ്റും നമ്മൾ കോട്ട് ചെയ്തെടുത്തു ബ്രെഡ് ക്രംസിനകത്ത്. ഇനി നമുക്ക് ഒരു 10-15 മിനിറ്റ് ഇതൊന്ന് ഫ്രിഡ്ജ് വെച്ചേക്കണം. അത് വെച്ചാൽ അന്നേരം കറക്റ്റ് സെറ്റ് ആകത്തുള്ളൂ. അതിന് ശേഷം നമുക്കെടുത്ത് ഫ്രൈ ചെയ്യാം. ഓക്കെ, കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന കട്ട്ലേറ്റ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവേ കേട്ടോ. നല്ല സെറ്റായിട്ടുണ്ട്. സ്റ്റൗ കത്തിച്ചൊരു കടായി വെച്ചു. നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലേ വെക്കാവൂ. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അത് പുറം കരിഞ്ഞു പോവും. ശരിക്ക് നമുക്കത് ഫ്രൈ ചെയ്ത് കിട്ടത്തില്ല. അത് ശ്രദ്ധിക്കണം കേട്ടോ. എണ്ണ ചൂടായി കഴിയുമ്പോൾ കട്ട്ലേറ്റ് ഓരോന്ന് ഇട്ട് കൊടുക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ കട്ട്ലേറ്റ് ഇട്ട് കൊടുത്തേ. ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്ക് കോരിയെടുക്കണേ. ഇത്തിരി ആയാലും അങ്ങ് കറുത്തു പോകും. കറക്റ്റായി. നമുക്കിനി കോരിയെടുക്കാവേ. അടുത്ത സെറ്റ് വിട്ടേ. കോരിയെടുക്കാവേ. സോയ കട്ട്ലേറ്റ്, പ്യുവർ വെജിറ്റേറിയനായ കട്ട്ലേറ്റ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. സന്തോഷമായിരിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. അടുത്ത വീഡിയോയിൽ കാണാമേ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. സോയ കട്ട്ലേറ്റ്.